നമസ്കാരം. നിങ്ങൾ കുറച്ച് പണം പിൻവലിക്കാനായിട്ട് ATM-ൽ പോകുന്നു, പക്ഷേ ATM വർക്ക് ആവുന്നില്ല. നിങ്ങൾ ബാങ്കിലേക്ക് പോകുന്നു, പക്ഷേ ബാങ്കിലെ ആളുകൾ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആണ്, ബാങ്ക് ബാങ്ക്രപ്റ്റഡ് ആയിരിക്കുന്നു, നിങ്ങളുടെ FD സ്റ്റക്ക് ആണ്, നിങ്ങളുടെ സാലറി അക്കൗണ്ട് ഇനി തൊട്ട് വർക്ക് ആവുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്നുണ്ട് അല്ലേ? നമ്മുടെ അക്കൗണ്ട് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആവാനും അതുപോലെ തന്നെ ബാങ്കുകളെല്ലാം ബാങ്ക്രപ്റ്റ് ആവാനുള്ള സാധ്യതയും നമ്മുടെ മുന്നിലുണ്ടോ? അത്തരത്തിലുള്ള ഒരു റിസഷൻ കാലത്തേക്കാണോ നമ്മൾ കടന്നു പോകുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് റിസഷൻ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു. പക്ഷെ നമ്മളെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് അത് എഫക്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എഫക്ട് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും അത്ര കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഉടനെ തന്നെ ഇത് നമ്മൾ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. സോ ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സാമ്പത്തിക മാന്ദ്യം എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം ഏതൊക്കെ മേഖലയാണ് പ്രതികൂലമായിട്ട് ബാധിക്കാൻ പോകുന്നത്. സോ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ബോസോലോ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ്. സോ നമുക്ക് തുടങ്ങാം. അതായത് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്ഥാപകനും ഇന്ത്യൻ ഓണ്ടർപ്രണറുമായ ഉദയ് കോട്ടക് എന്താണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ഇന്ത്യ ഉടനെ തന്നെ വളരെ വലിയ ഒരു സാമ്പത്തിക ഷോക്ക് നേരിടാൻ പോവുകയാണ്, ഒരു മേജർ എക്കണോമിക് ഷോക്ക് ഇന്ത്യയിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുമ്പ് പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ എനർജി ക്രൈസിസ് ആണ്. അതായത് ഇന്ധനത്തിന്റെ ലഭ്യത കുറവ്, ഇന്ധനക്ഷാമം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇന്ധനക്ഷാമം ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഇന്ധനക്ഷാമമാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും CNG വില കൂടിയത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു പരിധി വരെ ഈ ഒരു അന്താരാഷ്ട്ര പ്രശ്നത്തിന് ഇതിനകത്ത് വലിയ ഒരു പങ്കുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മറ്റൊരു കാര്യം പരിശോധിച്ച് നോക്കാം. ഈ ഒരു പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇപ്പോഴാണ് കൂട്ടിയത് അല്ലെ? ഈ ഒരു അന്താരാഷ്ട്ര ഇഷ്യൂ അല്ലെങ്കിൽ ഇന്ധനക്ഷാമത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അത് ഇന്നലെയോ ഇന്നുമല്ല, ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ, ഈ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധമൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അല്ലെ? സോ ഈ ഒരു ഇഷ്യൂ നടന്നു തുടങ്ങിയിട്ട് ആ സമയത്ത് എന്തുകൊണ്ട് ഇതിന്റെ വില കൂടിയില്ല എന്നതിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് ചിന്തയുണ്ടാകാം. ആ സമയത്ത് പല ന്യൂസ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഇനി അടുത്ത 2 മാസത്തേക്കുള്ള ഇന്ധനക്ഷമത അല്ലെങ്കിൽ ഇന്ധനം മാത്രമേ ഇന്ത്യക്ക് സ്റ്റോക്ക് ആയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇന്ത്യയിലേക്ക് ഫ്രഷ് ഓയിൽ സപ്ലൈ ഒരു തരത്തിൽ വരുന്നുണ്ടായിരുന്നില്ല. സോ ആ സമയത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കാതെ ഇപ്പോൾ എന്തുകൊണ്ടാണ് അത് വർദ്ധിപ്പിച്ചത് എന്നതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, അത് വളരെ സിമ്പിൾ ആൻഡ് ഒബ്വിയസ് ആണ്. ഓഫ് കോഴ്സ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഇലക്ഷൻ നടക്കുന്ന ഒരു സാഹചര്യം, പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ അത് ഇലക്ഷനെ ബാധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളെയും അത് പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് ഇവർ ഇന്ധനവില കൂട്ടിയില്ല. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇലക്ഷൻ, അതായത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം, പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് എല്ലാം വന്നതിന് ശേഷമാണ് ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, അതായത് ഇറക്കുമതി തീരുവ പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു, സ്വർണ്ണ വില കൂടിയിരിക്കുന്നു. മാത്രമല്ല രാജ്യത്തിന്റെ പല ഏരിയകളിലും ഓല, ഊബർ ഇത്തരത്തിലുള്ള സർവീസുകളെല്ലാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന ദിനങ്ങളിൽ പല ഭാഗങ്ങളിൽ നിന്നുമായിട്ടും ധാരാളം ഇക്കണോമിക്കൽ ക്രൈസിസ് നമുക്ക് കാണാൻ വേണ്ടി സാധ്യമാകും. സോ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഫ്യൂൽ പ്രൈസിൽ വന്ന, അല്ലെങ്കിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ വന്ന മാറ്റം തന്നെയാണ്. നമുക്കറിയാം, ഇന്ധനവില കൂടുന്നത് സമൂഹത്തിലെ നാനാ തുറകളിലുമുള്ള ബിസിനസിനെയും കാര്യങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കും. അത് ഏത് മാനുഫാക്ചറിംഗ് കമ്പനിയുമാട്ടെ, എന്ത് ഉൽപ്പന്നങ്ങളും എന്ത് സർവീസുകളും എന്ത് കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഏത് കമ്പനി ആയാലും ഇന്ധനവില വർദ്ധിക്കുന്നത് അവരെ പ്രതികൂലമായി ബാധിക്കും. ഇതിന് തൽഫലമായി സംഭവിക്കുന്നത് എന്താണ്? അവർ ഏത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ ഉൽപ്പാദിപ്പിക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ആ പ്രൊഡക്റ്റിന്റെയും സർവീസിന്റെയും വില കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങുന്ന ഏത് വസ്തുവാവട്ടെ, ഭക്ഷ്യവസ്തുവാവാം, അരി, പയറ്, പലവ്യഞ്ജനങ്ങൾ, ടൂത്ത് പേസ്റ്റ്, പച്ചക്കറികൾ, ഇത്തരത്തിലുള്ള പല വസ്തുക്കളുടെയും വില ഇനി അങ്ങോട്ട് കൂടാൻ സാധ്യതയുണ്ട്. ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങുന്ന മാഗി പാക്കറ്റിന് ഇനി 12-15 രൂപയാവാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, മറ്റൊരു വഴി എന്താണെന്ന് വെച്ചാൽ, ഈ കമ്പനികൾ പൈസ കൂട്ടുന്നതിന് പകരം, വില കൂട്ടുന്നതിന് പകരം സാധാരണ വില തന്നെ, അതായത് ഒരു പാക്കറ്റ് മാഗിയുടെ വില 10 രൂപയാണെങ്കിൽ 10 രൂപയുടെ മാഗി അവർ 10 രൂപയ്ക്ക് തന്നെ തരും. പക്ഷേ അതിലുള്ള മാഗിയുടെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇതുപോലെ പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി ഇപ്പോൾ പല FMCGകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പല കമ്പനികളിലും ഇത്തരത്തിലുള്ള ക്രൈസിസ് നേരിടുന്ന സമയത്ത് അവർക്ക് 2 വഴി
വഴികളെ അവരുടെ മുന്നിലുള്ളൂ. ഒന്നുകിൽ പ്രൊഡക്റ്റിന്റെ വില കൂട്ടുക, അല്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടുക. ഇപ്പൊ നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടും പത്രമാധ്യമങ്ങളിലൂടെ ധാരാളം കേട്ടിട്ടുണ്ടാവും, ധാരാളം കമ്പനികൾ, അതായത് ഒരുപാട് കമ്പനികൾ അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലേ ഓഫും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ഒരു ശരിക്കുമുള്ള ശക്തിയുള്ള വേവ് എന്ന് പറയുന്നത് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യുദ്ധവും ഈ ഒരു കോൺഫ്ലിക്റ്റും ഒക്കെ തുടങ്ങിയത് ഇന്നോ ഇന്നലെയുമല്ല, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് തന്നെ ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ ഓൾറെഡി ഒരുപാട് നഷ്ടങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു. ഇത്തരത്തിൽ കമ്പനികൾ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകളെയും ബാധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരു കമ്പനിയിൽ നിന്നും ലേ ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു എംപ്ലോയിയുടെ, ഒരു തൊഴിലാളിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു തൊഴിലാളിക്ക് ഒരുപക്ഷെ ഒരു ഹോം ലോൺ ഉണ്ടാവാം, വേറെ എന്തെങ്കിലും തരത്തിലുള്ള EMI ഉണ്ടാകാം, ഒരു കാർ ലോണോ പേഴ്സണൽ ലോണോ, അങ്ങനെ ധാരാളം ലയബിലിറ്റീസ് ഉണ്ടാവാം. സോ ഒരു മിഡിൽ ക്ലാസ് പേഴ്സൺ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ബേസിക്സ് ആയിട്ടുള്ള നീഡ്സും വാണ്ട്സും ഒക്കെ പലപ്പോഴും നടപ്പാക്കുന്നത് ചെറിയ ചെറിയ EMIയും കാര്യങ്ങളും എടുത്തുകൊണ്ടാണ്, അല്ലെ? സോ ഒരാൾക്ക് ഇത്തരത്തിലുള്ള EMIയിലും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് അയാളുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സോ ഒരു വലിയ എണ്ണം ആൾക്കാർക്ക് ഇതേപോലെ ജോലി നഷ്ടപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് അവർ അടക്കേണ്ടിയിരുന്ന EMIയും കാര്യങ്ങളൊക്കെ മുടങ്ങുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ബാങ്കിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലെ? അവരുടെ NPA റേറ്റ് കൂടുന്നു, അതായത് അവരുടെ ബാഡ് ലോൺസ് ആൻഡ് ഡിഫോൾട്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നതിന്റെ നിയമം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ലോണുകൾ കൊടുത്ത് പലിശ ഇനത്തിൽ സമ്പാദിക്കുക. സോ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നു, പക്ഷെ അത് തിരിച്ചടവ് നടക്കുന്നില്ല. അതായത് പലിശ ഇനത്തിൽ യാതൊരു രീതിയിൽ സമ്പാദിക്കാൻ ബാങ്കിന് സാധിക്കുന്നില്ല. സോ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ എന്താണ് ഉണ്ടാകുന്നത്? ഒരു ഇക്കണോമിക് സ്ട്രെസ് ഉണ്ടാകുന്നു, അല്ലെ? ഇത് ഞാൻ പറയുന്നതല്ല, ഉദയ് കോട്ടക് തന്നെ പറഞ്ഞ ഒരു കാര്യമാണിത്. സോ ഇത്തരത്തിൽ ബാങ്കുകൾ സഫർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ അല്ലെങ്കിൽ റിസിഷന്റെ യഥാർത്ഥ സ്ട്രെസ് ആളുകളിലേക്ക് ഡയറക്ട്ലി എത്തും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. 2008 ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ലേമൻ ബ്രദേഴ്സിന്റെ പതനത്തോടു കൂടി അമേരിക്കയിൽ ഈ ഒരു ക്രൈസിസ് ആരംഭിച്ചു. പല ആളുകളും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ നേതൃത്വം എടുത്ത പോളിസികളുടെയും പല തീരുമാനങ്ങളുടെയും ഫലമായിട്ടാണ് ഈ ഒരു ക്രൈസിസ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ്. സോ ഇനി നമുക്ക് ഏതൊക്കെ സെക്ടറുകളെയാണ് ഈ ഒരു പ്രശ്നം പ്രധാനമായിട്ടും ബാധിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ EMIയും കാര്യങ്ങളുമൊക്കെ EMIയും തിരിച്ചടവുമൊക്കെ ആളുകൾ മുടക്കുകയാണെങ്കിൽ ഇത് ബാങ്കിങ് സെക്ടറിനെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ബാധിക്കാൻ പോകുന്നത്. അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയാണ്. എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ ഇത് ബാധിക്കുന്നത്? പലപ്പോഴും ആളുകൾ ലോൺ എടുത്തിട്ടാണ് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത്. സോ ആളുകൾക്ക് എടുത്ത ലോൺ തിരിച്ചടക്കാൻ പറ്റാത്ത സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു പ്രോപ്പർട്ടി ചെറിയ വിലയ്ക്ക് ബാങ്കിന് ലേലത്തിന് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. സോ ഇത്തരത്തിൽ ഓപ്ഷൻ വെച്ച, ലേലത്തിന് വെച്ച പ്രോപ്പർട്ടികൾ, അതായത് ചെറിയ വിലയിൽ ഓപ്ഷൻ വെച്ച പ്രോപ്പർട്ടികൾ ലഭിക്കുന്ന സമയത്ത് ആരാണ് വലിയ എമൗണ്ട് കൊടുത്തിട്ട് റിയൽ എസ്റ്റേറ്റ് ആളുകളിൽ നിന്നും അല്ലെങ്കിൽ പുതിയൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നിൽക്കുക? സോ ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയെയും പ്രതികൂലമായി ബാധിക്കും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല ഈ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ആളുകൾ ബാങ്കിലേക്ക് ഓടി അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എല്ലാം ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും. ആളുകൾ ഇത്തരത്തിൽ അവരുടെ FDകളും മറ്റ് സേവിങ്സ് എല്ലാം ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ പണം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബാങ്ക് എങ്ങനെ സുഗമമായി പ്രവർത്തിക്കും? സോ ഉദയ് കോട്ടക് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഏപ്രിൽ 15 വരെയുള്ള കാലയളവിൽ തന്നെ 61,000 കോടി രൂപയോളം ആളുകൾ ബാങ്കിൽ നിന്നും പിൻവലിച്ചിരിക്കുന്നു എന്നതാണ്. ഇത് ഡിമോണിറ്റൈസേഷന് ശേഷം നടന്ന വലിയ ഒരു വിഡ്രോവലാണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളതും ധനാഢ്യരുമായിട്ടുള്ള ആളുകൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൾറെഡി ആളുകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുക, സ്വർണം വാങ്ങുന്നത് കുറയ്ക്കുക, ഫോറിൻ ട്രിപ്പുകൾ ഒഴിവാക്കുക, ഇങ്ങനെ ധാരാളം നിർദ്ദേശങ്ങൾ ഓൾറെഡി പ്രധാനമന്ത്രി ജനങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിന്റെ ഫലമായിട്ടൊരു ചെയിൻ റിയാക്ഷനും ഉണ്ടാകുന്നു. കമ്പനികൾക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫലമായിട്ട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുന്നു. മാത്രമല്ല ആളുകൾ EMI അടക്കുന്നതിൽ മുടക്കാൻ വരാൻ സാധ്യതയുണ്ട്. ഇതുമൂലം ബാങ്കിന്റെ NPA കൂടാനുള്ള സാധ്യത ഉണ്ടാകുന്നു. റിയൽ എസ്റ്റേറ്റ് കൂടുതൽ സ്ലോ ആകുന്നു. കൺസ്ട്രക്ഷൻ മേഖല സ്ലോ ആകുന്നു. സിമന്റ്, റോ മെറ്റീരിയൽ, ഇത്തരത്തിൽ ധാരാളം ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഇതിനെല്ലാം വളരെ പ്രതികൂലമായിട്ട് ഈ ഒരു കാര്യം ബാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പ്രതികൂലമായി ബാധിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് ഇതിനർത്ഥം. സോ എങ്ങനെയാണ് ഈ ഒരു ക്രൈസിസിൽ നിന്നും ഒരു പരിധി വരെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുക? അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കുക. അതായത് അറ്റ്ലീസ്റ്റ് 6 മാസത്തെ ഒരു എക്സ്പെൻസെങ്കിലും സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. മാത്രമല്ല അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കുക. മാത്രമല്ല കുറച്ച് ക്യാഷ് റിസർവ് ആയിട്ട് സുരക്ഷിതമാക്കി വെക്കാനുള്ള ഒരു കാര്യവും പരിഗണിക്കുക. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും എടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഏത് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ എടുക്കാൻ നല്ലത് എന്നത്. അതുകൊണ്ട് തന്നെയാണ് പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുക്കാൻ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്. പ്രതിമാസം ഒരു 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിൽ പോളിസി ബസാറിൽ നിന്ന് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് അവൈലബിൾ ആണ്. മാത്രമല്ല 51ലധികം ഇൻഷുറൻസ് പാർട്ണർമാരും ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ 15% വരെ ഡിസ്കൗണ്ടും ലഭ്യമാണ്. മാത്രമല്ല കോടികളുടെ കവറേജും ലഭിക്കുന്നു. പോളിസി ബസാറിൽ നിന്നും ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പ്രതിമാസം ഒരു 400 രൂപ മുതൽ 500 രൂപ വരെ പ്രീമിയത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. കോടികളുടെ കവറേജ് ലഭിക്കുന്ന ഹെൽത്ത്
ഇൻഷുറൻസിനുണ്ട്. മാത്രമല്ല 20% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. കൂടാതെ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിമുകൾക്കും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പ് നൽകുന്നു. 51ലധികം ഇൻഷുറൻസ് പാർട്ണർമാർ പോളിസി ബസാറിനകത്തുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും ലഭ്യമാണ്. സോ നിങ്ങൾ പോളിസി ബസാറിൽ നിന്നും ടേം ഇൻഷുറൻസോ ഹെൽത്ത് ഇൻഷുറൻസോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. സോ വരാൻ പോകുന്ന ദിനങ്ങൾ എത്തരത്തിലുള്ളതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് സ്മൂത്ത് ആയിരിക്കില്ല. ഫിനാൻഷ്യൽ വൈസ് പറയുകയാണെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ, നമ്മുടെ ദൈനംദിന ചെലവുകളെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില ഓൾറെഡി പെട്രോളിന് 3 രൂപ വെച്ചൊക്കെ കൂടി കഴിഞ്ഞു പലയിടങ്ങളിലും. സോ ഇത്തരത്തിൽ ധാരാളം ഉപഭോഗ വസ്തുക്കളുടെ, നമ്മൾ ഉപയോഗിക്കുന്ന ധാരാളം വസ്തുക്കളുടെ വില ഇനി അങ്ങോട്ട് കൂടാൻ സാധ്യതയുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വസ്തുക്കളുടെ വില കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഹോട്ടലുകളിൽ മറ്റും പോകുന്ന സമയത്ത് ഭക്ഷ്യവസ്തുക്കളുടെ വില ഓൾറെഡി കൂട്ടിയിരിക്കുന്നു. ഗ്യാസ് ചാർജ് എന്ന് പറഞ്ഞ് ബില്ലടിക്കാൻ ആളുകൾ തുടങ്ങിയിരിക്കുന്നു. ഗ്യാസ് ചാർജ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല, നിങ്ങൾ ബില്ലിൽ നിന്ന് മാറ്റിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുള്ള ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ മൊത്തത്തിലൊരു കെയോസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം കംപ്ലീറ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ഒരു പ്രശ്നം, അതായത് ഹോർമുസ് കടലിടുക്കിലൂടെ ഇപ്പോൾ ഈ പറഞ്ഞ ചരക്ക് ഗതാഗതവും കാര്യങ്ങളും നടക്കാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ ലഭ്യതയിൽ വന്ന കുറവാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ വൈസായിട്ട് ചിന്തിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഈ ഒരു ക്രൈസിസിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റും. ഒരുപാട് ഇഷ്യൂസ് കണ്ട ആളുകളാണ് നമ്മൾ. കോവിഡ് പോലെയുള്ള, പ്രളയം പോലെയുള്ള, ഓഖി പോലെയുള്ള ധാരാളം നാച്ചുറൽ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതും നമുക്ക് അത്തരത്തിൽ തരണം ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതൊരു അവയർനെസ് സബ്ജക്റ്റ് മാത്രമാണ്. ഇത് നിങ്ങളെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ തരാനോ ഒന്നും വേണ്ടി ഞാൻ ചെയ്തതല്ല. ജസ്റ്റ് ഒരു അവയർനെസ്, ഇതാണ് കറന്റ് സിറ്റുവേഷൻ എന്ന രീതിയിൽ ഒരു അവയർനെസ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.